2023 പുറത്തിറങ്ങിയ ചൈനീസ് മിനി ഡ്രാമ ലൈൻ റൊമാൻസിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് മിൻഹോ എന്ന മ്യൂസീഷ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. മിൻഹോ അറിയപ്പെടുന്ന മ്യൂസീഷ്യനായിരുന്നു. പക്ഷേ പുതിയ പാട്ട് കമ്പോസ് ചെയ്യുവാൻ അയാൾ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാടൊക്കെ ശ്രമിച്ചെങ്കിലും നല്ല മ്യൂസിക് ലഭിക്കുന്നേയില്ല. അതിന്റെ നിരാശയും മറ്റും മിൻഹോയ്ക്കുണ്ടായിരുന്നു. എന്തു ചെയ്യുമെന്നറിയാതെ ആ മെന്റൽ ബ്ലോക്കിൽ മിൻഹോ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴായിരുന്നു മിൻഹോയുടെ മാനേജർ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. മാനേജർ ആണെങ്കിലും അദ്ദേഹം മിൻഹോയുടെ കൂട്ടുകാരൻ കൂടിയാണ്. മിൻഹോയുടെ സിംഗിൾ ലൈഫും കൂടെ ആരുമില്ലാത്തതുകൊണ്ടുമാ നല്ലൊരു റൊമാൻറ്റിക് മെലഡിയോ നല്ല മ്യൂസിക്കോ ക്രിയേറ്റ് ചെയ്യാൻ മിൻഹോക്ക് സാധിക്കാത്തതെന്നും മിൻഹോയോട് ഒരു റിലേഷൻഷിപ്പിലാവാനും പ്രണയിക്കാനുമൊക്കെ മാനേജർ ഉപദേശിക്കുകയും ചെയ്തു. പക്ഷെ മിൻഹോയ്ക്ക് അത്തരത്തിൽ ഐഡിയയേ ഉണ്ടായിരുന്നില്ല. മാനേജറുടെ ഉപദേശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ താൻ പുറത്തു പോയിട്ട് വരാം എന്ന് പറഞ്ഞ മിൻഹോ അവിടെ നിന്നിറങ്ങി. തന്റെ ഗിത്താറും എടുത്തിട്ടായിരുന്നു മിൻഹോ പോയത്. പുറത്തേക്ക് മിൻഹോ ഇറങ്ങിയതും മിൻഹോയുടെ വളർത്തുനായ ബ്രൗണും മിൻഹോയുടെ കൂടെ ഇറങ്ങി. അവരിരുവരും ചേർന്ന് മുമ്പോട്ട് നടന്നു നീങ്ങാനും ആരംഭിച്ചു. ഇതേ സമയം മറ്റൊരു വശത്ത് അവിടുത്തെ ഹോട്ടലിൽ ഒരു പെൺകുട്ടി എത്തിയിരുന്നു. ലിങ് ലിങ് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ടൂറിസ്റ്റായി അങ്ങോട്ടേക്ക് എത്തിയ ചൈനീസ് വംശജയാണ് അവൾ. കൊറിയൻ ഭാഷയൊന്നും അവൾക്ക് വലിയ പിടിയില്ല. എന്തായാലും കറക്കമൊക്കെ അവസാനിച്ച് അന്നവൾ ഹോട്ടലിൽ നിന്ന് തിരികെ പോകാൻ ചെക്കൗട്ട് ചെയ്യുകയായിരുന്നു. ഇനിയും എയർപോർട്ടിലേക്ക് പോകുവാനും ഫ്ലൈറ്റ് പിടിക്കുവാനും കുറച്ചധികം സമയമുണ്ട്. അതുകൊണ്ടൊന്ന് പുറത്തിറങ്ങി ചുറ്റി നടക്കുവാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ നടന്ന് മനോഹരമായ ഒരിടത്ത് ചെന്ന് അവൾ ഫോട്ടോസൊക്കെ പകർത്തിയെടുത്ത് നിൽക്കുമ്പോൾ ആ വഴിക്കായിരുന്നു മിൻഹോ ബ്രൗണിനൊപ്പം നടന്നു വന്നുകൊണ്ടിരുന്നത്. സെൽഫിയൊക്കെ എടുത്തെടുത്ത് ഫോട്ടോ ഒന്നും ശരിയാവുന്നില്ല എന്ന് തോന്നിയ ലിങ് വരുന്ന മിൻഹോയെ കണ്ടതും തന്റെ ഒരു ചിത്രം എടുത്തു തരാമോ എന്ന് ചോദിക്കാമെന്ന് ചിന്തിച്ചു. മിൻഹോയുടെ അടുത്ത് ചെന്ന് തനിക്കൊരു ഫോട്ടോ എടുത്തു തരാമോ എന്ന് ചൈനീസിൽ ചോദിച്ചു. ലിങ് ചോദിച്ചത് മിൻഹോക്ക് മനസ്സിലായില്ല. ഫേമസ് മ്യൂസീഷ്യൻ ആയതുകൊണ്ട് തന്നെ പലരും അവന്റെ അടുത്ത് സെൽഫി എടുക്കാനൊക്കെ എത്തുമായിരുന്നു. അത്തരത്തിൽ വിദേശത്ത് നിന്ന് വന്ന തന്റെ ഒരു ഫാനായിരിക്കും അത് എന്നായിരുന്നു മിൻഹോ ആദ്യമേ ചിന്തിച്ചത്. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, നോ എന്ന് അവൻ മറുപടി പറഞ്ഞു. ലിങ്ങിനും എന്തോ പോലെ തോന്നി. ഒരു ഫോട്ടോ എടുത്തു തരുമോ എന്ന് ചോദിച്ചപ്പോ നോ എന്നോ. എന്തൊരു മനുഷ്യനായിയാൽ അവളും മനസ്സിൽ കരുതി. അവളുടെ മുഖത്തും ഒരുതരം ദുഃഖവും ബുദ്ധിമുട്ടും പ്രതിഫലിച്ചിരുന്നു. മിൻഹോയും അത് നോക്കിക്കണ്ടു. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും എന്താ ഈ പെൺകുട്ടിയുടെ മുഖം ഇങ്ങനെ മാറിയത്? ഒരു ഫോട്ടോ അല്ലേ, എന്തെങ്കിലും ആവട്ടെ, എടുത്തോ എന്ന് പറഞ്ഞ് മിൻഹോ പോസ് ചെയ്തു. മിൻഹോ പറഞ്ഞത് ലിങ്ങിനും മനസ്സിലായിരുന്നില്ല. ഈ പെണ്ണെന്താ ഇത്ര ആലോചിക്കുന്നേ? ഒരു ഫോട്ടോ എടുക്കാൻ ഇനി ഈ പോസ് പോരെ എന്ന് ചിന്തിച്ച് മിൻഹോ തന്റെ കണ്ണടയൊക്കെ ഊരി ഒന്നുകൂടി വളരെ പ്രകടമായ രീതിയിൽ പോസ് ചെയ്തു. അത് കണ്ടതും ലിങ്ങിന് പുഞ്ചിരി വന്നു. ലിങ്ങിന് അപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഫോട്ടോ എടുക്കട്ടെ എന്നല്ല ഞാൻ ചോദിച്ചത്, ഒരു ഫോട്ടോ എടുത്തു തരുമോ എന്ന ലിങ് ഇംഗ്ലീഷിൽ ചോദിച്ചു. അപ്പോഴായിരുന്നു തനിക്ക് പറ്റിയ മണ്ടത്തരം മിൻഹോക്കും മനസ്സിലാകുന്നത്. ഒരു എളിബ്യ ചിരിയോടെ മിൻഹോയും ചിരിച്ചുകൊണ്ട് അതിനെന്താണെന്ന് പറഞ്ഞു. ശേഷം ലിങ്ങിന്റെ ഫോട്ടോ മനോഹരമായി അവൻ എടുത്തുകൊടുത്തു. ആ സമയമാണ് ലിങ് ബ്രൗണിനൊപ്പം ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് മിൻഹോയോട് ചോദിക്കുന്നത്. തന്റെ വളർത്തുനായ മറ്റാരോടും അങ്ങനെ അടുക്കാറില്ല, അതുകൊണ്ട് തന്നെ ഇവനെങ്ങനെ പരിചയമില്ലാത്തവരുടെ കൂടെ നിൽക്കുമോന്നറിയില്ല. അവന്റെ സ്വഭാവം അങ്ങനല്ല എന്ന് ലിങ്ങിനോട് പറഞ്ഞു. പക്ഷേ ലിങ് ഒന്ന് ശ്രമിച്ചു നോക്കി. ബ്രൗണിനോട് അടുത്തിടപഴകി ബ്രൗണിന്റെ അടുത്ത് ചെന്നു. ബ്രൗണും പെട്ടെന്ന് തന്നെ ലിങ്ങിനോട് അടുത്തിരുന്നു. അത് കണ്ടതും മിൻഹോക്കും അതിശയം തോന്നാതിരുന്നില്ല. മിൻഹോ പിന്നാലെ ആ ഫോട്ടോയും ലിങ്ങിനായി പകർത്തി നൽകി. ആ സമയമാണ് ബ്രൗൺ അവിടെ നിന്ന് മുമ്പിലേക്ക് ഓടിപ്പോവാൻ തുടങ്ങിയത്. താൻ പിടിച്ചു വരാം എന്ന് പറഞ്ഞ ലിങ്ങും ബ്രൗണിന്റെ പിന്നാലെ ഓടിച്ചെന്നു. മിൻഹോ അവിടെ തന്നെ നിന്നു. മിൻഹോയുടെ മനസ്സിൽ ലിങ്ങുമായുള്ള പരിചയവും ലിങ്ങുമായുള്ള ഇടപഴകലും കാരണം ഒരു മ്യൂസിക് ഒഴുകി വരാൻ ആരംഭിച്ചിരുന്നു. ലിങ്ങിനെ കണ്ടപ്പോൾ മുതൽ ഒരു ഡിഫറെന്റ് ഫീലിംഗ് മിൻഹോയുടെ മനസ്സിൽ ഉയരുന്നുണ്ടായിരുന്നു. കയ്യിലുള്ള ഗിത്താർ എടുത്ത് അവിടെ ഇരുന്ന് അവൻ ആ മ്യൂസിക് വായിച്ചു നോക്കാൻ ആരംഭിച്ചു. വളരെ മനോഹരമായി അവനതങ്ങനെ വായിച്ചുകൊണ്ടിരിക്കെ ഓടിപ്പോയ ബ്രൗണിനെയും കൂട്ടിക്കൊണ്ട് ലിങ് തിരിച്ചു വന്നു. മിൻഹോ അങ്ങനെ ഗിത്താറും വായിച്ചിരിക്കുന്ന കണ്ട ലിങ് ആകട്ടെ കണ്ണെടുക്കാതെ മിൻഹോയെ തന്നെ നോക്കി നിന്നു. മിൻഹോയെ ലിങ്ങിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് ആ നോട്ടത്തിലെ വ്യക്തമായിരുന്നു. ലിങ്ങിനെ കണ്ടതും എഴുന്നേറ്റ മിൻഹോ തന്റെ ആ മ്യൂസിക് എങ്ങനുണ്ടായിരുന്നു എന്ന് ലിങ്ങിനോട് തിരക്കി. നിങ്ങളൊരു മ്യൂസീഷ്യനാണോ എന്നായി ലിങ്ങിന്റെ മറുചോദ്യം. അതേ എന്ന് മിൻഹോ മറുപടി പറഞ്ഞു. അവർ സംസാരിച്ചു നിൽക്കെ ലിങ്ങിന് ഫോണിൽ മെസ്സേജ് വന്നു. അമ്മയുടെ മെസ്സേജ് ആയിരുന്നു അത്. നീ എയർപോർട്ടിൽ എത്തിയോ എന്ന് ചോദിച്ചായിരുന്നു മെസ്സേജ്. ഇല്ല, എത്തിയിട്ടില്ല, ഉടനെത്തും എന്നവൾ മറുപടി കൊടുത്തു. ലൈനാപ്പാണോ യൂസ് ചെയ്യുന്നേ എന്ന് അത് കണ്ട് മിൻഹോ തിരക്കി. അതെന്നായിരുന്നു അവളുടെ മറുപടി. മിൻഹോയും
ലൈനാപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ടച്ചിലിരിക്കുവാൻ ഇരുവരും അവരവരുടെ ഐഡികൾ കൈമാറ്റം ചെയ്തു. അവർ ലൈൻ ഫ്രണ്ട്സ് ആയി മാറി. വൈകാതെ ലിങ് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. കാറിലിരുന്ന് തന്റെ മൊബൈലിൽ ലൈനാപ്പ് നോക്കിക്കൊണ്ടിരിക്കെ അവൾക്കതിൽ മെസ്സേജ് വന്നു. മിൻഹോയുടെ മെസ്സേജ് ആയിരുന്നു അത്. അവൾ പോയപ്പോൾ നിലത്ത് കിടന്ന മിൻഹോയ്ക്ക് അവളുടെ പേരെഴുതിയ ഒരു ചെറിയ പാവക്കുട്ടി കിട്ടിയിരുന്നു. അത് അവളുടേതല്ലേ എന്ന് ചോദിച്ചായിരുന്നു മിൻഹോ മെസ്സേജ് ചെയ്തത്. അവളുടൻ പോക്കറ്റ് തപ്പി നോക്കി. അവളുടെ USB പാവയായിരുന്നു അത്. ആണെന്നവൾ മറുപടി കൊടുത്തതും അത് അവൾക്ക് കൊടുക്കുവാൻ ധൃതി പിടിച്ച് അവൻ വേഗത്തിൽ എയർപോർട്ടിലേക്ക് പാഞ്ഞെത്തി. അവൾക്കത് കൈമാറ്റം ചെയ്തു. അവളുടെ അത്രമേൽ പ്രിയപ്പെട്ട ആ പാവക്കുട്ടിയെ USB കിട്ടിയതുകൊണ്ട് ലിങ്ലിങ്ങും സന്തോഷത്തിലായിരുന്നു. പുറത്തെത്തിയ മിൻഹുവാകട്ടെ കാറിലിരുന്ന് ബ്രൗണിനോട് സംസാരിക്കാനും തുടങ്ങി. ബ്രൗൺ, നീ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. അവളെ വീണ്ടും കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഓടി വന്നതെന്ന്. പക്ഷെ അങ്ങനൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ വന്ന ഒരു ടൂറിസ്റ്റ് പെൺകുട്ടി തിരികെ പോകുമ്പോ അവളെ സഹായിക്കണമല്ലോ. പിന്നെ അവളെ എന്റെ ഫാൻ അല്ല, ഒരുപക്ഷെ ഇനി ഫാൻ ആവുമായിരിക്കുമല്ലോ. അപ്പൊ ഒരു ഫാനിനെ സഹായിച്ചു, അത്രയുള്ളൂ. ഒരു സ്റ്റാർ ഒരു ഫാനിനെ സഹായിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ. ചിരിയോടെ അതൊക്കെ പറഞ്ഞ് മിൻഹോ നിൽക്കെ അവന്റെ ഫോണിലേക്ക് അവളുടെ ഒരു താങ്ക് യു മെസ്സേജ് വന്നു. സന്തോഷത്തോടെ അവനത് ബ്രൗണിനെ കാണിച്ചു. ശേഷം മറുപടി അയക്കുവാൻ തയ്യാറായി നിൽക്കെ പെട്ടെന്നായിരുന്നു ബ്രൗൺ കുരച്ചത്. ആ ഒരു ഷോക്കിൽ അവന്റെ ബാലൻസ് തെറ്റി. അതോടെ അയക്കാൻ എടുത്തു വെച്ചിരുന്ന സ്റ്റിക്കേഴ്സിൽ ഐ ലവ് യു സ്റ്റിക്കറിൽ കൈതട്ടി അത് സെൻഡായി പോവുകയും ചെയ്തു. അത് കണ്ടതും മിൻഹോ കുറച്ച് പാനിക്കായി. അത് ഡിലീറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ അപ്പോഴേക്കും ലിങ് അത് കണ്ടിരുന്നു. അത് കണ്ടതും ലിങ്ങിന്റെ മുഖത്തൊരു പുഞ്ചിരിയും അതിശയവും വന്നു. പിന്നാലെ പരിഭ്രമത്തിലായിരുന്ന മിൻഹോയുടെ മുഖത്തും ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവള് തെറ്റിദ്ധരിക്കുമോ എന്ന് കുറച്ച് ഭയന്നിരുന്ന അവൻ പെട്ടെന്ന് അതിന് താഴെ ഒരു മെസ്സേജ് കൂടി അയച്ചു. അത് താൻ അയച്ചതല്ല, ബ്രൗൺ അയച്ചതാണ് എന്നായിരുന്നു അത്. പിന്നീട് അവിടെ നിന്നും മിൻഹോ തിരികെ എത്തി. തന്റെ പുതിയ സോങ് കമ്പോസ് ചെയ്യാനും ഗാനം എഴുതാനും ഒക്കെ ആരംഭിച്ചു. അപ്പോഴായിരുന്നു ലിങ്ങിന്റെ മെസ്സേജ് അവളെ തേടി എത്തുന്നത്. ബ്രൗൺ അത് ആർക്കയച്ചത്? എനിക്കാണോ അതോ കോണി എന്ന തന്റെ പാവക്കുട്ടിക്കാണോ എന്നായിരുന്നു അവളുടെ ചോദ്യം. അതേ എന്നവൻ തിരികെ മറുപടി അയച്ചു. അവരുടെ ചാറ്റിംഗ് ആരംഭിക്കുകയായിരുന്നു. അത്രമേൽ താല്പര്യത്തോടെ ഇരുവരും ചാറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. സമയം കടന്നു പോകുന്നത് പോലും അവരറിഞ്ഞില്ല. പകൽ മാറി രാത്രി വന്ന് വീണ്ടും പകൽ പിറന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതും മിൻഹോ ആദ്യം നോക്കിയത് ഫോണായിരുന്നു. അവളുടെ മെസ്സേജ് ഉണ്ടോ എന്ന്. പിന്നാലെ അങ്ങോട്ടേക്ക് അവന്റെ മാനേജറും കടന്നു വന്നു. മിൻഹോ കമ്പോസ് ചെയ്തു വെച്ചിരുന്ന സോങ് കേട്ടു. അത്രമേൽ മനോഹരമായൊരു മെലഡിയായിരുന്നു അത്. മാനേജറിനും ഏറെ സന്തോഷം തോന്നി. ടൈറ്റിൽ സോങ്ങിന് പറ്റിയ സോങ് ആയത്. വരുന്ന കൺസേർട്ടിൽ നീ ഇത് പാടുന്നില്ലേ എന്ന് മാനേജർ അവനോട് ചോദിച്ചു. ഇല്ലെന്നും നീയല്ലേ എന്നോട് പ്രണയത്തിലാവാൻ പറഞ്ഞത്, ഇത് അതിനു വേണ്ടിയുള്ളതാ എന്നും അവൻ മറുപടി പറഞ്ഞു. നീ ആദ്യം കോഫി കുടിച്ച് നിന്റെ ഉറക്കം തെളിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, മാനേജറുടൻ മറുപടിയായി പറഞ്ഞു. അപ്പോഴായിരുന്നു വീണ്ടും ലൈൻ ആപ്പിൽ അവളുടെ മെസ്സേജ് വരുന്നത്. ഉടൻ തന്നെ മാനേജറെ തനിക്ക് വർക്കുണ്ട്, നീ ഇവിടുന്ന് പോയേ എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു വിട്ടു. വീണ്ടും ലിങ്ങിനോട് ചാറ്റ് ചെയ്യാനും ആരംഭിച്ചു. ചാറ്റിങ്ങിലൂടെ അവരുടെ അടുപ്പം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവളെയോർത്ത് മിൻഹോ വീണ്ടും മ്യൂസിക് കമ്പോസ് ചെയ്തു. കാലാവസ്ഥയും മഴയുടെ ശബ്ദവും പ്രകൃതിയും എല്ലാം തന്നെ അവരുടെ പ്രണയത്തിന് സാക്ഷികളായിക്കൊണ്ടിരുന്നു. എന്നിരുന്നാലും ഇരുവരും പരസ്പരം പ്രണയമാണെന്നത് മാത്രം പറയുകയോ പ്രപ്പോസ് ചെയ്യുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് വീഡിയോ കോൾ ചെയ്താലോ എന്ന് മിൻഹോ ചോദിച്ചു. പക്ഷേ ലിങ് ഇപ്പോൾ വേണ്ടെന്നും രാവിലെ വീഡിയോ കോൾ ചെയ്യാമെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ തന്നെ പ്രതീക്ഷയിൽ ഇരുവരും എഴുന്നേറ്റ് കുളിച്ച് അണിഞ്ഞൊരുങ്ങാനൊക്കെ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ആദ്യം അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞത് ലിങ് ആയിരുന്നു. ലിങ് അതുകൊണ്ട് മിൻഹോയെ വീഡിയോ കോൾ ചെയ്തു. മിൻഹോ ആകട്ടെ ആ സമയം തന്റെ മുടി ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മിൻഹോയുടെ സ്റ്റൈലിസ്റ്റും അവിടെ ഉണ്ടായിരുന്നു. അന്ന് കോട്ടും സ്യൂട്ടുമാണ് ധരിക്കുന്നത് എന്ന് മിൻഹോ പറഞ്ഞിരുന്നത് കൊണ്ട് സ്റ്റൈലിസ്റ്റ് അത്തരത്തിൽ നല്ലൊരു സ്യൂട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോഴാണ് മിൻഹോയുടെ ഫോൺ റിംഗ് ചെയ്യുന്നത് സ്റ്റൈലിസ്റ്റ് കാണുന്നത്. ഫോൺ റിംഗ് ചെയ്യുന്ന വിവരം പറയുവാൻ സ്റ്റൈലിസ്റ്റ് മിൻഹോയെ വിളിച്ചെങ്കിലും ഹെയർ ഡ്രയറിന്റെയൊക്കെ ശബ്ദത്തിൽ മിൻഹോ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. സ്റ്റൈലിസ്റ്റ് ആ ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തതും എതിർവശത്തെ ലിങ് ആണ്. ലിങ് അറ്റൻഡ് ചെയ്ത സ്റ്റൈലിസ്റ്റായ പെൺകുട്ടിയെ കണ്ടതും വല്ലാതെ അസ്വസ്ഥയായി. മിൻഹോയ്ക്ക് വേറെ റിലേഷൻ ഉണ്ടോ എന്നും അത് മിൻഹോയുടെ ഗേൾഫ്രണ്ട് ആണോ എന്നൊക്കെ അവൾ തെറ്റിദ്ധരിച്ചു. അവൾ ചിന്തിച്ചു കൂട്ടുകയും ചെയ്തു. ലിങ് ആകെ നിരാശയിലാണ്ടു. പിന്നാലെ മിൻഹോ ആകട്ടെ തയ്യാറായി വന്ന് ഫോൺ എടുത്ത് ലിങ്ങിനെ വിളിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. ഇവളെന്താ കോൾ എടുക്കാത്തത് എന്ന് മിൻഹോ ചിന്തിച്ചു. സ്റ്റൈലിസ്റ്റ് ആകട്ടെ നടന്നതൊന്നും അവനോട് പറഞ്ഞതുമില്ല. കുറെ കഴിഞ്ഞു
ലിങ്ങും അവളെ കാണാതായതോടെ മിൻഹോ ലിങ്ങിന് ഒരുപാട് മെസ്സേജൊക്കെ അയച്ചു നോക്കി. ലിങ്ങിന്റെ ഒരു അറിവുമുണ്ടായിരുന്നില്ല. മിൻഹോയും അസ്വസ്ഥനാവാൻ ആരംഭിച്ചു. രാത്രി വൈകിയും മിൻഹോ ലിങ്ങിനെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മെസ്സേജിനോ കോളുകൾക്കോ മറുപടി ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രിയിൽ അവൻ ഉറക്കം വന്നതേയില്ല. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ലിങ്ങിന്റെ അറിവൊന്നും ഇല്ലാതായതോടെ മിൻഹോ ആകെ നിരാശയിലാണ്ടു. ഒറ്റപ്പെടലിൽ കഴിയാനൊക്കെ തുടങ്ങി. മിൻഹോയുടെ ഈ അവസ്ഥ മാനേജറും സ്റ്റൈലിസ്റ്റും നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഒരു പരിധി കഴിഞ്ഞതും കൂടെ നിന്ന സ്റ്റൈലിസ്റ്റിന്റെ അടുത്ത് മാനേജർ പറഞ്ഞു, ആ പെണ്ണ് ലിങ്ങിന് മിൻഹോയുടെ കോളൊന്നും എടുത്താൽ എന്താ, ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ എന്താ, ഇവളെന്താ ഇങ്ങനെ കാട്ടുന്നേ? പെട്ടെന്ന് സ്റ്റൈലിസ്റ്റ് വിതുമ്പാൻ തുടങ്ങി. നിനക്കെന്താ പറ്റിയത്? മാനേജർ ചോദിച്ചു. നടന്ന കാര്യങ്ങൾ അത്രയും സ്റ്റൈലിസ്റ്റ് മാനേജറോട് പറഞ്ഞു. താനെന്ന് ലിങ്ങിന്റെ കോൾ എടുത്തിരുന്നുവെന്നും മിൻഹോ അപ്പൊ കുളിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ഹായ് പറഞ്ഞതും അവൾ കട്ട് ചെയ്തു. എന്താ ഇങ്ങനെ അവൾ പിന്നീട് പെരുമാറുന്നതെന്ന് അറിയില്ല എന്നായിരുന്നു സ്റ്റൈലിസ്റ്റ് കൂട്ടിച്ചേർത്തത്. മാനേജർക്ക് കാര്യം മനസ്സിലായി. അതോടെ മറുവശത്ത് ദുഃഖിതയായി കഴിയുകയായിരുന്ന ലിങ്ങിന് മെസ്സേജ് അയച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുവാൻ മാനേജർ സ്റ്റൈലിസ്റ്റിനോട് ആവശ്യപ്പെട്ടു. സ്റ്റൈലിസ്റ്റ് തന്റെ ഫോണിൽ ലിങ്ങിനെ കണക്ട് ചെയ്ത് ലിങ്ങിനോട് ഒരുപാട് സോറി പറഞ്ഞു. പിന്നാലെ മാനേജറുടെ തന്നെ ഫോട്ടോ എടുത്ത് ഇതാണ് എന്റെ ബോയ് ഫ്രണ്ട്, താൻ ലിങ്ങിന്റെ സ്റ്റൈലിസ്റ്റ് ആണ് എന്നും വ്യക്തമാക്കി. സ്റ്റൈലിസ്റ്റ് മാനേജറുടെ ഫോട്ടോ എടുത്ത് തന്നെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞതും സ്റ്റൈലിസ്റ്റിന്റെ ഉള്ളിൽ പണ്ട് തൊട്ടേയുള്ള ചിന്ത ഒന്ന് പൊടിതട്ടിയിരുന്നു. തന്റെ മനസ്സിലുള്ളത് സത്യമാണോ എന്ന് സ്റ്റൈലിസ്റ്റിനടുക്കൽ മാനേജർ ചോദിച്ചു. നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ? ഇപ്പോഴാണോ നീ അത് തിരിച്ചറിയുന്നത് എന്നായിരുന്നു മെസ്സേജിലൂടെ സ്റ്റൈലിസ്റ്റിന്റെ മറുപടി. ആ സംഭവം അവരിരുവരെയും ഒന്നിപ്പിക്കുകയായിരുന്നു. അവരുടെ സന്തോഷവും ഫോണിലൂടെയുള്ള ചാറ്റിങ്ങും സ്റ്റുഡിയോയിൽ കമ്പോസ് ചെയ്യുകയായിരുന്ന മിൻഹോ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ പ്രണയം മിൻഹോ കൈയോടെ പിടികൂടി. പിന്നാലെ അവരുമായി സംസാരിക്കുമ്പോൾ ലിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളും മിൻഹോ മനസ്സിലാക്കി. തന്നെ സഹായിക്കുവാൻ മിൻഹോ അതോടെ തന്റെ മാനേജറോട് പറഞ്ഞു. വൈകാതെ ലിങ്ങിനായി കൊറിയയിൽ നിന്നും 2 ബൊമ്മകളും ഒപ്പം ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും ഒരു കത്തുമടങ്ങുന്ന കൊറിയർ അവർ അയച്ചു. കൊറിയയിലുള്ള ഒരു ഫംഗ്ഷന് ലിങ്ങിനെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു അത്. ലിങ്ങും വൈകാതെ കൊറിയയിലേക്ക് പുറപ്പെട്ടു വന്നു. ലിങ്ങിനെ സ്വീകരിക്കാൻ സ്റ്റൈലിസ്റ്റും മാനേജറും കാത്തുനിന്നിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയ ലിങ്ങിനോട് നേരിട്ട് തന്നെ ഉണ്ടായ തെറ്റിദ്ധാരണകൾ സ്റ്റൈലിസ്റ്റ് ക്ലാരിഫൈ ചെയ്തു. താനും മാനേജറും പ്രണയിതാക്കളാണ് എന്നതും വ്യക്തമാക്കി. അവളെ സ്വീകരിച്ച് അവർ മുമ്പിലേക്ക് പോകുമ്പോൾ ഒരാൾക്കൂട്ടം അവർ കണ്ടു. ലോബിയിൽ ഒരു പിയാനോ സ്ഥാപിക്കപ്പെട്ടിരുന്നു. അതിനു ചുറ്റുമാണ് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത്. പിന്നാലെ അങ്ങോട്ടേക്ക് മിൻഹോ കടന്നു വന്നു. ലൈനാപ്പിൽ ലിങ്ങിനായി ഒരു മെസ്സേജ് അയച്ചു. ഇത് നിനക്കായുള്ളതാണ് എന്നായിരുന്നു ആ മെസ്സേജ്. ശേഷം താൻ കമ്പോസ് ചെയ്ത് അതിമനോഹരമായൊരു ഗാനം അവൻ പിയാനോയിൽ വായിച്ചു. അവരുടെ ഓർമ്മകൾ ആ നിമിഷം ഇരുവരുടെയും ഉള്ളിലേക്ക് ഓടിയിറങ്ങി. തെറ്റിദ്ധാരണകൾ മാറിയിരുന്ന ലിങ്ങിനും അത്രമേൽ സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. മ്യൂസിക് വായിച്ചു കഴിഞ്ഞതും തങ്ങൾക്ക് ചുറ്റിലും ആരുമില്ലാത്ത പോലെ മിൻഹോക്ക് അനുഭവപ്പെട്ടു. മിൻഹോ ലിങ്ങിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. പ്രണയപൂർവ്വം അവളോട് സംസാരിക്കാൻ തുടങ്ങി. അവരിരുവരും ഒന്നിക്കുമെന്ന സൂചനയോടെ ഡ്രാമ അവസാനിക്കുന്നു. ഈ മിനി ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.